പെർഫ്യൂം ഷെയ്ഡിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ പലരും അന്വേഷിക്കുന്നുണ്ട്. അത് പെർഫ്യൂമിൽ തന്നെ ബോഡി പെർഫ്യൂമുണ്ട്, ബോഡി ക്രീമുണ്ട്, ബോഡി മിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഷെയ്ഡിൽ ഉപയോഗിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ പ്രോഡക്റ്റ് ലാബ് ടെസ്റ്റഡ് ആയിരിക്കും. ലാബ് ടെസ്റ്റ് ചെയ്ത് സ്കിന്നിന് പ്രശ്നം ഉണ്ടാക്കുന്നതല്ല എന്ന് സർട്ടിഫൈ ചെയ്തതായിരിക്കും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇറങ്ങുന്ന എല്ലാ പെർഫ്യൂമും കെമിക്കലാണ്. അതിൽ കെമിക്കൽ രണ്ട് തരത്തിലാണ്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഗ്രേഡും ഉണ്ട്, പിന്നെ കോസ്മെറ്റിക് ഗ്രേഡും ഉണ്ട്. കോസ്മെറ്റിക് ഗ്രേഡുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷനോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. എന്നാൽ ഇൻഡസ്ട്രിയൽ ഗ്രേഡ് ആണെങ്കിൽ സ്കിന്നിൽ അത് പലതരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും. ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് ഉപയോഗിക്കുന്നതാണ്, പൾസ് പോയിന്റുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നാച്ചുറൽ ഓയിൽസ് തന്നെ നമുക്ക് ഫുൾ കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കുന്നത് ചില നാച്ചുറൽ ഓയിൽസും ഇതേ എഫക്റ്റ് ഉണ്ടാക്കും, സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതിനെ നമ്മൾ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ജോജോബ ഓയിൽ പോലെ കാരിയർ ഓയിൽസിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പൾസ് പോയിന്റിൽ ഉപയോഗിക്കാൻ. ഊത് ഓയിൽ പോലെയുള്ള ഓയിലുകൾ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ നാച്ചുറൽ ഓയിൽസ് എല്ലാം തന്നെ കോസ്റ്റ്ലിയാണ്.